ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ മാസത്തിന്റെ അവസാനം നടക്കുന്ന സൗഹൃദ മത്സരങ്ങളിൽ ഫ്രാൻസും ക്രൊയേഷ്യയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് കാർലോ ആഞ്ചലോട്ടി വരുന്ന 16-ാം തീയതിയാണ് പ്രഖ്യാപിക്കുക. ഇതിനു മുന്നേയുള്ള പ്രിലിമിനറി സ്ക്വാഡ് കാർലോ ആഞ്ചലോട്ടി കണ്ടെത്തി കഴിഞ്ഞു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ക്ലബ്ബായ ക്രുസൈറോയിലെ 3 താരങ്ങളെ ഈ പ്രാഥമിക സ്ക്വാഡിൽ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ക്രുസൈറോയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരാൾ ഫാബ്രിസിയോ ബ്രൂണോയാണ്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ഫാബ്രിസിയോ ബ്രൂണോ. നേരത്തെ കാർലോ ആഞ്ചലോട്ടി ഇദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും ഇദ്ദേഹത്തെ ആഞ്ചലോട്ടി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു താരം അത് കൈഗി ബ്രൂണോ എന്ന താരമാണ്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് കൈഗി ബ്രൂണോ. വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന ഒരു താരമാണ് ഇദ്ദേഹം. ക്രുസൈറോക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നു. യൂറോപ്പിലെ പല വമ്പൻ ക്ലബ്ബുകളും നോട്ടമിട്ടിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് കൂടിയാണ് കൈഗി ബ്രൂണോ. അദ്ദേഹത്തെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി സീരിയസ് ആയിക്കൊണ്ട് പരിഗണിക്കുന്നുണ്ട്. കൂടാതെ കയോ ജോർഹെ സ്ട്രൈക്കറാണ്. സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് കയോ ജോർഹെ. നേരത്തെ കാർലോ ആഞ്ചലോട്ടി ഇദ്ദേഹത്തെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ 3 താരങ്ങളെയാണ് ക്രുസൈറോയിൽ നിന്നും ഇപ്പോൾ പ്രാഥമിക സ്ക്വാഡിൽ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നെയ്മറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ പ്രാഥമിക സ്ക്വാഡിൽ ഉൾപ്പെടുത്തി എന്ന തരത്തിലുള്ള റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ വിശ്വസനീയമായ സോഴ്സിൽ നിന്നും നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അതായത് ആഞ്ചലോട്ടി നെയ്മറെ പ്രാഥമിക സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതുണ്ട്. ആഞ്ചലോട്ടി സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ 2 മത്സരങ്ങൾ കൂടിയാണ് നെയ്മർക്ക് സാന്റോസിന് വേണ്ടി കളിക്കാനുള്ളത്. ആ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ നെയ്മറുടെ മുന്നിലുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.